Jawaharlal Nehru and Independence After. ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. ഇന്ത്യൻ സ്വാതന്ത്ര്യ നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആശസ്സുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 അദ്ദേഹം മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയി സേവനമനുഷ്ഠിച്ചു. ജവഹർലാൽ നെഹ്റു, ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ. Jawaharlal Nehru, the builder of modern India, dominated the Indian political and administrative scene for nearly half a century. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു അരനൂറ്റാണ്ടോളം ഇന്ത്യൻ രാഷ്ട്രീയ ഭരണരംഗത്ത് ആധിപത്യം പുലർത്തിയിരുന്നു. He was one of the few popular leaders India produced during her relentless struggle for freedom against an oppressive alien rule, along with Gandhi and others. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണത്തിൽ 1930കളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നിൽ നിന്ന് നയിച്ചത് കോൺഗ്രസും അതിൻ്റെ തലവനായ ജവഹർലാൽ നെഹ്റുവും ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലെയും മറ്റും അദ്ദേഹം ജനപ്രിയ നേതാവായി വളർന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഹി വാസ് bestowed with the gigantic task of nation building out of a strife-torn population. സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്ന് പറയുന്നത് കലഹങ്ങളാൽ വലയുന്നതായിരുന്നു. ആ ജനതയിൽ നിന്ന് രാഷ്ട്ര നിർമ്മാണം എന്ന വലിയ ദൗത്യം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. നെഹ്റു വാസ് ദി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ദ സോവറിൻ സ്റ്റേറ്റ് നിയർലി ഫോർ 17 years who laid foundation of the democratic state in India. ഇന്ത്യയിൽ ജനാധിപത്യത്തിന് കരുത്തോടെ തഴച്ചു വളരാൻ സഹായിച്ചതും നിരപേക്ഷ ഭാരതത്തിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും സോഷ്യലിസം ആശയങ്ങളും ചേരിചേരാ വിദേശ നയവും എല്ലാം കൂടി ചേർന്ന് വളരെ ജനപ്രിയനായ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ഹി ഡെമോൺസ്ട്രേറ്റഡ് എ വിഷൻ ആൻഡ് ഗ്രാസ്പ് ഓഫ് ഈവൻസ് റെയർലി സീൻ ഇൻ കണ്ടംപററി സ്റ്റേറ്റ്സ്മാൻ. സമകാലിക രാഷ്ട്രതന്ത്രജ്ഞരിൽ അപൂർവമായി മാത്രം കാണുന്ന ലോകപരിജ്ഞാനവും വീക്ഷണവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു, ദ ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ, വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ഷേപ്പിംഗ് ദ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഇൻ ദ പോസ്റ്റ് മോഡേൺ ഇൻഡിപെൻഡൻസ്. നവഭാരത ശില്പി, ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആവിഷ്കരിച്ച വികസന പദ്ധതികളെല്ലാം തന്നെ നെഹ്റുവിൻ്റെ ഐഡിയാസിൻ്റെ സ്വാധീനം കാണാം. One of the important differences between Jawaharlal Nehru and other Indian leaders of his stature consisted in the almost universal acceptance of his leadership. മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും നെഹ്റുവിനെ മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡിയാസിന് കിട്ടിയ സാർവത്രിക സ്വീകാര്യതയാണ്. Until 2 years before his death, Nehru was the unquestioned supreme leader not only of the Indian masses but also an overwhelming majority of Indian intellectuals. മരിക്കുന്നതിന് 2 വർഷം മുമ്പ് വരെ ഇന്ത്യൻ ജനതയുടെ മാത്രമല്ല ബഹുഭൂരിപക്ഷം വരുന്ന ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഇന്റലക്ച്വൽസിന്റെയും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത പരമോന്നത നേതാവായിരുന്നു അദ്ദേഹം. Jawaharlal Nehru was the only leader whose personality stood out as the one rallying point for the sentiment and loyalty of every section of the Indian society. ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വികാരത്തിനും വിശ്വസ്തതയ്ക്കും പാത്രമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. The root of these unique achievements has to be sought in the complex personality of പണ്ഡിറ്റ് നെഹ്റു. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ അതുല്യമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിനെ ഈ നേട്ടത്തിന് ഉടമയാക്കിയത്. The essay Independence and After is an extract from his book Autobiography. ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ എന്ന ഈ എസ്സേ അദ്ദേഹത്തിൻ്റെ ബുക്കായ ഓട്ടോബയോഗ്രഫിയിലെ കുറച്ച് ഭാഗങ്ങളാണ്. An autobiography is also known as Towards Freedom is an autobiographical book written by Jawaharlal Nehru while he was in prison between 1934 and 1932 February. ഇത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. പ്രിസണിൽ ജയിലിലായിരുന്ന സമയത്താണ് ഈ ബുക്ക് എഴുതുന്നത്. നെഹ്റു അഡ്മിറ്റ്സ് ടു ദ ഫസ്റ്റ് എഡിഷൻ ദാറ്റ് was not an attempt to write a survey of Indian history but to trace his mental development and hence is totally one-sided and egoistical.
അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകം ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു സർവേ എഴുതാനുള്ള ശ്രമമല്ല, തൻ്റെ മാനസിക വികാസം, മെൻ്റൽ ഗ്രോത്ത് കണ്ടെത്താനുള്ള പോക്കിലാണ് താൻ. അതുകൊണ്ട് കുറച്ച് ഏകപക്ഷീയവും അഹംഭാവവും ഒക്കെ നിറഞ്ഞ റൈറ്റിംഗ് ആണിതെന്നും അതിൻ്റെ പ്രിഫേസിൽ വ്യക്തമാക്കുന്നുണ്ട്. He has successfully provided through this personal narrative a background for the study of hard facts which will help in filling some gaps as far as the historical study of India is concerned. ഇന്ത്യൻ ചരിത്ര പഠനത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇറങ്ങുന്ന ഒരാൾക്ക് ഈ പുസ്തകം തീർച്ചയായും സഹായകരമാണ്. The extract gives us an insight into Nehru's popularity, willpower and self-awareness. നെഹ്റുവിൻ്റെ ജനപ്രീതി, പോപ്പുലാരിറ്റി, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, വിൽ പവർ, സെൽഫ് അവെയർനെസ്, സ്വയം ഉള്ള ഒരു അവബോധം, ഇതിനെക്കുറിച്ചെല്ലാം പൂർണ്ണമായ ഒരു അറിവ് ഈ എക്സ്ട്രാക്റ്റ്, ഈ ഗ്രന്ഥത്തിൻ്റെ ഭാഗം നമുക്ക് നൽകുന്നു. The Lahore Congress was significant in Nehru's political career. The meet that gave him an awareness about the overwhelming popularity he commanded with the masses. ജനങ്ങൾ തന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, ജനങ്ങൾക്കിടയിൽ തൻ്റെ സ്ഥാനം ഒക്കെ മനസ്സിലായത് ആ സമ്മേളനത്തിലൂടെയാണ്. ഒരു വീരപുരുഷനെ പോലെ തന്നെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബട്ട് he knew that the enthusiasm was not about him as a person but about the idea he symbolized. പക്ഷേ അദ്ദേഹത്തിന് അറിയാം, ഒരു വ്യക്തി എന്ന നിലയ്ക്കല്ല, പക്ഷേ എൻ്റെ ഐഡിയാസ്, എൻ്റെ ആശയങ്ങൾക്കാണ് ജനങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. In this extract, he confides his discomfiture about the house being full of pilgrims during Mahmela, the great annual fair at Prayag in Allahabad. അലഹബാദിലെ പ്രയാഗിൽ നടക്കുന്ന മഹാമേളയിൽ, വാർഷിക മേളയ്ക്കിടെ തീർത്ഥാടകരെ കൊണ്ട് തൻ്റെ വീട് നിറഞ്ഞതിനെക്കുറിച്ചുള്ള അസ്വസ്ഥത ഗ്രന്ഥത്തിൻ്റെ ഈ ഭാഗത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നു. Though he is touched by their abundance of love and affection, it is grudgingly that he accepts this lack of privacy, especially at the time when he had a lady friend at home as his guest. അവരുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അദ്ദേഹത്തെ രക്ഷിച്ചതാണെങ്കിലും തൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് അത് വെറുപ്പോടെയാണ് അദ്ദേഹം കണ്ടത്, പ്രത്യേകിച്ചും വീട്ടിൽ ഒരു സ്ത്രീ സുഹൃത്ത് അതിഥിയായി ഉണ്ടായിരിക്കുന്ന സമയത്ത്. But a question asked by the friend stimulates him to ponder on the subject of hero worship. ഒരിക്കൽ ഒരു ഫ്രണ്ടിൻ്റെ ക്വസ്റ്റ്യനിലൂടെ ഹീറോ വർഷിപ്പ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ജനങ്ങൾ ആരാധനയോടെ ഒരാളെ കാണുന്നത്, അതിനെക്കുറിച്ച്. He admits that he felt complacent about being treated as a hero with a halo of romantic surrounding him. അദ്ദേഹം പറയുന്നുണ്ട്, തന്നെ റൊമാൻറ്റിക് പ്രഭാവമുള്ള നായകനായി പരിഗണിച്ചതിൽ തനിക്ക് ആത്മസംതൃപ്തി അല്ലെങ്കിൽ സന്തോഷമൊക്കെ തോന്നി. ഇറ്റ് വാസ് ഹാഡ് ടു റെസിസ്റ്റ് ഫീലിംഗ് സ്മഗ് അബൌട്ട് ദി ന്യൂലി ഗെയിൻഡ് ഹീറോ സ്റ്റാറ്റസ്. ആ ന്യൂലി ഗെയിൻഡ് ഹീറോ സ്റ്റാറ്റസ്, അത് നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് പ്രയാസമാണ്. But he was also well aware of the flaws in his nature, especially fame with grace and humility. പക്ഷേ തൻ്റെ സ്വഭാവത്തിലെ പോരായ്മകളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്, പ്രത്യേകിച്ചും ഗ്രേസിൽ നിന്നും ഹ്യൂമിലിറ്റിയിൽ നിന്നും കിട്ടുന്ന ആ പ്രശസ്തി. He would have felt conceited but was quick enough to recognize that the hero worship actually had nothing to do with his intellectual achievements. അദ്ദേഹത്തിന് ആദ്യം ഇതിൽ അഹംഭാവം തോന്നിയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അറിയാം, ഒരു നായകൻ എന്ന രീതിയിൽ ജനങ്ങളുടെ ആരാധനയ്ക്ക് യഥാർത്ഥത്തിൽ തൻ്റെ ബൗദ്ധിക നേട്ടങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാന്ന്. He had made no sacrifices for his nation to deserve this kind of admiration. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്രയും ഒരു ഹീറോ പരിവേഷം കിട്ടാൻ താൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. He concludes that the reputation he enjoyed was a bogus one, built entirely on certain stories spread by people about him and his family. ഇത്തരത്തിലുള്ള പ്രശംസ ഞാൻ ഒരിക്കലും അർഹിക്കുന്നില്ല. ഞാൻ രാജ്യത്തിന് വേണ്ടി ഒന്നും തന്നെ ഇപ്പോൾ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ജനങ്ങളിൽ പ്രചരിക്കുന്ന തന്നെയും കുടുംബത്തെയും കുറിച്ചുള്ള കഥകൾ, ആ കഥകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം എനിക്ക് ഇത്രയും പരിവേഷം കിട്ടുന്നത്. Nehru knew that he cannot claim to have renounced anything he held valuable in his life. ജീവിതത്തിൽ ഒന്നും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല.
Renunciation and sacrifice were values that always appreciated to the Indian mind. പരിത്യാഗവും ത്യജിക്കലൊക്കെ ഇന്ത്യൻ മനസ്സിനെ എപ്പോഴും ആകർഷിക്കുന്ന മൂല്യങ്ങളാണ്. Yet, Nehru felt secretly happy about the influence that he possessed over the masses. എങ്കിലും ജനങ്ങളിൽ തനിക്കുണ്ടായിരുന്ന ആ സ്വാധീനത്തിൽ നെഹ്റു രഹസ്യമായി സന്തോഷിച്ചിരുന്നു. ഇവിടെ നെഹ്റു എല്ലാവരെയും പോലെ തന്നെ ഒരു പച്ചയായ മനുഷ്യനാണെന്ന് കാണാം. ആൻഡ് ഹി ന്യൂ ദാറ്റ് ഹി വാസ് capable ഓഫ് മൂവിങ് them into ആക്ഷൻ. പിന്നെ നെഹ്റുവിന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തൻ്റെ ഇടപെടലിലൂടെ അവരെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന്, ലക്ഷ്യം നേടാൻ തീർച്ചയായും അവരുടെ പിന്തുണ കിട്ടും എന്ന് നെഹ്റുവിന് ഉറപ്പുണ്ടായിരുന്നു. He considers himself fortunate at having received through reverse in his life to drag him down from the superior pedestal of power. Nehru's words show that he was as much as human as anyone of us, sharing the same weakness and foibles everyone's life. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. എല്ലാ മനുഷ്യരെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മെ പോലെ തന്നെ, തൻ്റെ ബലഹീനതകളും ഗുണങ്ങളും എല്ലാം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. He talks about an incident when he was compared to an Indian widow because of the glum expression he spotted on public occasions. പൊതുവേദികളിലെ തൻ്റെ വിഷാദഭാവം കാട്ടുന്ന എക്സ്പ്രഷൻസ് മൂലം അദ്ദേഹത്തെ ഒരിക്കൽ ഇന്ത്യൻ വിധവയോട് വരെ കമ്പയർ ചെയ്യുകയുണ്ടായി. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ഉപയോഗിച്ച ബോംബാസ്റ്റിക് ഭാഷയുടെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്നു പോലും കളിയാക്കലുകൾ നേരിടേണ്ടി വന്നതായി അദ്ദേഹം പറയുന്നു. He had come to the realization that the real conflict was the clash of ideas, desires and loyalties within him. തൻ്റെ ഉള്ളിലെ കോൺഫ്ലിക്ട്സ്, ഡിസയേഴ്സും ലോയൽറ്റീസും ഐഡിയാസും ആയിട്ടൊക്കെയുള്ള അതാണ് യഥാർത്ഥ സംഘർഷമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. It is only action that helped him find an escape from his struggle that raged within him. അവൻ്റെ ഉള്ളിൽ ആഞ്ഞടിച്ച ഈ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തെ സഹായിച്ചത് പ്രവൃത്തിയാണ്. That gave me some peace. Outer conflict relieved the strain of the inner struggle. He concludes the extract with the assertion that to him, writing was also a means of finding peace and psychic satisfaction. തനിക്ക് സമാധാനവും മാനസിക പ്രവർത്തനവും കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു എഴുത്ത് എന്ന വാദത്തോടെ അദ്ദേഹം ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.